അച്ഛമ്മോനോടെ പോയി. അച്ഛമ്മാവൻ ചന്തയിൽ പോയി. ചന്തയിൽ പോയി. പോലീസ് പോട്ടെ മോളെ. ബീഡിയുടെ പൈസ. ബീഡിയുടെ പൈസ? നിന്റെ അച്ഛൻ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടില്ല. പിന്നല്ലേ നീ ബീഡി എടുത്തതേ പൗലോസാ. പൗലോസിന്റെ അടുത്ത് പോയി വാങ്ങി ചെല്. എന്തിനാ പൗലോസ് വെറുതെ കൊച്ചിന്റെ തലയെ തോണ്ടുന്നത്? മോളെ നോക്കിയേ, പൗലോസ് അല്ലേ തലയെ തോണ്ടിയത്? ഇതാ ഞാൻ പറഞ്ഞത്. അച്ഛമ്മ വരുന്നുണ്ട്. മോളും അയ്യപ്പനും കൂടി വീട്ടിലേക്ക് പൊയ്ക്കോ. ചെല്ലി. ഇടാ മുടിഞ്ഞവനെ ആ കാലം ഒന്ന് കൊണ്ടുപോവാൻ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാരേക്കൂ. ഞാനൊന്നും വാങ്ങിച്ചില്ല. അപ്പൊ അയ്യപ്പനും സുധയും കൂടെ കൊണ്ടുപോയെന്താ? അത് സ്വല്പം അരിയും പഞ്ചസാരയാ. പാതി നിന്റെ വീട്ടിലേക്കാ. എന്നാ ഞങ്ങൾ പോട്ടെ ചുമ്മാ. ശരി. പോലീസ് സുധേ, ചോറ് ഇരിപ്പുണ്ടോ വീട്ടില്? വീട്ടിൽ ചെല്ലിട്ട് തരാം. അയ്യോ, ഭയങ്കര വിശപ്പ്. കൂട്ടാൻ എന്താ ഇരിപ്പുള്ളത്? എന്താ തല പുഴുകിയത്. പട്ടി നായന്റെ മോനെ ഒറ്റ ചവിട്ടി തന്നാലുണ്ടോ? സുധേ, സുധേടി ഒന്ന് പിടിച്ചേ, ഞാൻ ഇപ്പൊ ഒരു വേല കാണിച്ചു തരാം. കൊന്നു നിന്നെ കൊല്ലിച്ച നിന്നെ എടുത്ത് അമ്പടയാ നിനക്ക് കൈ കാര്യം അറിയാൻ പാടില്ല. അയ്യോ സുഖാനോന്ന് ചുമ്മാ ചിക്കൻ അവനുള്ളത് ഞാൻ കൊടുത്തു. അവരെ ഒരു പരുവത്തിലാക്കി. എന്തിനാ അയ്യപ്പൻ ചേട്ടാ ഏറ് കൊള്ളാൻ പോയത്? ആര് പറഞ്ഞു ഏറുകൊണ്ടെന്ന്? എവിടെ ഏറുകൊണ്ടെന്ന് പറയാവോ? ഇതാ ഇവിടെ. ആര് പറഞ്ഞു അവിടെയാണെന്ന്? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഞാൻ പിടിച്ചു വെച്ചേരാം. ഞങ്ങൾ പറയില്ലേ? വേണ്ട, പോയാ മതി. അച്ഛമ്മനോട് പറയില്ലേ? അച്ഛമ്മൻ അറിഞ്ഞെന്നെ കൊല്ലും. സുധേ, സുധേ. പത്ത് മൈൽ ദൂരെ നിന്നെ കാണാൻ വരുന്നത്. നീ ഇനി ഇവിടെ കക്കാവര നിൽക്കണ്ട, ഞങ്ങളുടെ കരയിട്ട് പോര്. അവിടെ നല്ല ജോലി കിട്ടും. അവൻ വരില്ലടേ. അവനിവിടെ വേറെ വല്ല കോളും കാണും. അമ്മാവൻ, എന്റെ അമ്മാവൻ, ഒരേ ഒരു അമ്മാവൻ 4 വർഷമായി തലയ്ക്ക് സുഖമില്ല നടക്കുകയാണ്. അമ്മാവന്റെ സ്വത്തുക്കളെല്ലാം വിറ്റുപിടിച്ചു. അതിന് കാരണക്കാരൻ ഭാർഗവൻ പിള്ളയാണ്. ആരാണ് അയാൾ? ഭാർഗവൻ പിള്ള ഒരു നല്ല മനുഷ്യനല്ല, ഒറ്റയനാണ്. ഭാര്യയും മക്കളും ഒന്നുമില്ല. 3 പേരെ അയാൾ കൊന്നിട്ടുണ്ട്. നിങ്ങൾ അയാളെക്കുറിച്ച് അത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഏയ്, ബോട്ട് ഇവിടെ വരെ ഉള്ളൂ. എഴുന്നേര്.
ബീഡി. ആദ്യമായിട്ട് കാണുകയാണല്ലോ. എവിടെ നിന്ന് വരുന്നു? കൊറേ തെക്കുന്ന. തെക്കെന്ന് വെച്ചാൽ? തെക്കെന്ന് വെച്ചാ തെക്കെന്ന്. നിക്കണേ, ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചാ വിളിച്ചത്. പരിചയപ്പെടാം. എന്താ പേര്? കൊച്ചു ബേബി. കൊച്ചു ബേബി. ആ, വീട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ, കുറച്ച് തെക്കാന്ന് പറഞ്ഞല്ലോ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ശരി. അല്ല, വീട് തെക്കെന്ന് പറഞ്ഞാൽ എന്താ കൊച്ചു ഇതൊന്നും മിണ്ടായിരിക്കുന്നത്? എന്താ രഘു പുതിയ പരിചയക്കാരനുമായിട്ട്? ചുമവ, ഇതാണ് കൊച്ചു ബേബി. കൊച്ചു ബേബി ഒറ്റത്തടിയാ, ജോലി അന്വേഷിച്ചു വന്നതാണ്. ആ, ഞങ്ങളൊക്കെ കക്കാവാരി ജീവിക്കുന്നവരാ. വിരോധമില്ലെങ്കിൽ ഞങ്ങളോട് കൂടാം. ഇവിടുത്തെ മിക്ക ചെറുപ്പക്കാരും കക്കാവാരി ജീവിക്കുന്നവരാണ്. ദിവസം 10-15 രൂപ കിട്ടുകയും ചെയ്യും. ആ, എന്തു പറയുന്നു? ആ, ശരി. കോഴിമൊട്ടേ, കോഴിമൊട്ടേ. മുട്ടക്കാരെ അവിടെ നിക്കണേ. ഇത് വെച്ചിട്ട് കാശ് തന്നെ. നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് കയറി വരുമ്പോ മുട്ടയെ മുട്ടയെന്നും പറഞ്ഞു വരുന്നത്? ഞാൻ വിചാരിച്ചു വേറെ 2 മുട്ടക്കാരാന്ന്. എടീ, ഇവിടെ കോഴിയില്ല, മുട്ടയില്ല. പിന്നെ നിനക്ക് എങ്ങനെ കിട്ടണ ഈ മുട്ട? അപ്പൊ നീ ചൂണ്ടിയതല്ലേ? വാ നീ. ഇതെന്തിനാ നീ പുതിയ കൊട്ട? പറയാൻ മറിയേ, വാ ഇരിക്കും. നാളെ മുതലേ നീയും മുട്ടക്കച്ചവടത്തിന് ഇറങ്ങണം. ഞാൻ മുട്ടക്കച്ചവടത്തിന് പോകാനോ? നീ ചിട്ടി വിട്ടേച്ച് മുട്ടക്കച്ചവടം തുടങ്ങിയാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനൊക്കെ. അയ്യേ, എന്നെ കൊണ്ട് പറ്റിയല്ല നാട് നിങ്ങളെ മുട്ടയെ മുട്ടയെന്നും പറഞ്ഞ് നടക്കാൻ. അല്ല, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു പൂതി തോന്നാൻ? പറയാൻ മറിയേ, ആണുങ്ങൾ മുട്ടക്കച്ചവടക്കാരുള്ളത് കൊണ്ടാ പെണ്ണുങ്ങൾ കോഴിയെ വളർത്തുന്നത്. പെണ്ണുങ്ങൾ മുട്ടക്കച്ചവടക്കാരുണ്ടെങ്കിൽ ആണുങ്ങളും കോഴിയെ വളർത്തും. അപ്പൊ ആണുങ്ങളുടെ മുട്ട നിനക്കും കിട്ടും, പെണ്ണുങ്ങളുടെ മുട്ട എനിക്കും കിട്ടും. നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ എന്നെ മുട്ടക്കച്ചവടത്തിന് ഇറക്കി സുഖിക്കണ്ട. എന്റെ കർത്താവേ, എന്റെ പഞ്ചവത്സര പദ്ധതികളെല്ലാം പൊട്ടുകയാണല്ലോ. അയ്യപ്പ, 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 എനിക്ക് നീ എന്താ ഇവിടെ കിടക്കുന്നേ? നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ അച്ഛമ്മൻ തിരക്കാത്ത സ്ഥലമില്ല. അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് 2 ദിവസമായി. നീ അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ, വേഗം ചെല്ലേ. എനിക്കയ്യപ്പ. സുധേ, അയ്യപ്പൻ ചേട്ടനോ? അയ്യപ്പൻ ചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? അച്ഛമാവനോട് എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഞാൻ അച്ഛനോട് പറയും. വേഗം കടയിലോട്ട് ചെല്ലേ, അച്ഛൻ വിഷമിച്ചിരിക്കുക. വേഗം ചെല്ലേ. നീ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വേഗം ചെല്ലേ. രണ്ട് ദിവസമായിട്ട് നീ എവിടായിരുന്നു? നീ എന്താ പറയാതെ പോയത്? 14 വർഷമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നോടാ തങ്കപ്പാ? ഇല്ല. നിന്നെ ഞാൻ ചീത്ത പറഞ്ഞു, തല്ലിയോ? നിനക്ക് തിന്നാനും കുടിക്കാനും ഞാൻ തരാതിരുന്നു. എന്താടാ മിണ്ടാതെ നിൽക്കുന്നത്? നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ഞാൻ ആരോട് സമാധാനം പറയും? ആ, നടന്നു. നീ പോയി 1 കലം വെള്ളം കൊണ്ടുവാ. ഇന്നെങ്കിലും കല ഉടക്കല്ലേ. ആ, പോയിട്ട് വന്നിട്ട് എടുത്തോ ഒരു പഴം. ആ,
ആ മുടിഞ്ഞ മെമ്പർ വരുന്നുണ്ട് കടം മേടിക്കാൻ. അയാൾ വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഓ, അച്ചമ്പിള്ളല്ലേ ഇവിടെ? ഇല്ല, ചന്തയ്ക്ക് പോയിരിക്കുക. എന്തിന്? എപ്പോ വരും? അറിയില്ല. തല തിരിഞ്ഞവനെ. അച്ചുമാനെന്താ ഇവിടെ ഇറങ്ങിയിരിക്കുന്നേ? ഞാനേ ഇവിടെ ഉറുമ്പിന് പൊടിയിടുകയായിരുന്നു. ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓ, ഒരു ബാഗ് ചേർത്തിക്ക് തരൂ. പറ്റ് കുറെ കൂടുതലാണ്, സ്വല്പം ചില്ലറ കിട്ടിയാൽ കൊള്ളാം. എന്തിനാ ചില്ലറയാക്കുന്നേ? അടുത്ത ആഴ്ച മുഴുവൻ തന്നേക്കാം. അവന്റെ ഒരു പഴന്തീറ്റ. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കടം പറ്റാൻ വരുന്നവർ വന്നാൽ ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയണമെന്ന്. എന്നിട്ട് അവന്റെ ഒരു ചോദ്യം, അച്ചുമാവൻ അവിടെ ഇറങ്ങി കുനിഞ്ഞ് എന്തോ എടുക്കുകയാണ്. നിന്റെ അപ്പൂപ്പന്റെ ബലിയിടുകയായിരുന്നടാ. വേണോ? പോട്ടെ ചുമ്മാ. എന്തോന്ന് പോട്ടെ ചുമ്മാവാ?